ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയ്ക്കുന്ന ഒരു വിഷുവാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വിഷുവിന് മുൻപ് തന്നെ ചില നക്ഷത്രക്കാരിൽ അവരുടെ സമയം തെളിയുന്നുണ്ട്. എന്നാൽ ചില നക്ഷത്രക്കാരിലാവട്ടെ വിഷുവിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രാശി മാറ്റവും മറ്റുമാണ് ജീവിതത്തിൽ അനുകൂല ഫലങ്ങൾ നൽകുന്നത്. ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയ്ക്കുന്നതിന് ചില നക്ഷത്രക്കാർക്ക് സാധിക്കുന്നുണ്ട്. ഗ്രഹമാറ്റങ്ങൾ ധാരാളം നടക്കുന്ന ഒരു മാസം തന്നെയാണ് മേടമാസം. വിഷുവിന് മുൻപ് ക്ഷേത്രത്തിൽ ഇനി പറയുന്ന വഴിപാടുകൾ നടത്തുന്നതിലൂടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോകും. ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും നിറയ്ക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ വിഷുവർഷം. വിഷുവിന് മുൻപ് തന്നെ സന്തോഷവും സമൃദ്ധിയും നിറയ്ക്കുന്നതിന് വേണ്ടി ഏതൊക്കെ നക്ഷത്രക്കാർ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ വഴിപാട് നടത്തണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി പറയുന്നത് അശ്വതി. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും ഈ വിഷുവോടെ നിറയുന്നുണ്ട്. രാജയോഗമാണ് വിഷുക്കാലം അശ്വതി നക്ഷത്രക്കാർക്ക് നൽകുന്നത്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഏറെ ഉണ്ടാവുന്ന ഒരു സമയത്തിലൂടെയാണ് അശ്വതി നക്ഷത്രക്കാർ കടന്നു പോകുന്നത്. എന്നാൽ വിഷുവിന് മുൻപ് തന്നെ നിങ്ങളുടെ സമയം തെളിയുന്നു. ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കളിയാടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ഭഗവാന് ഇളനീർധാര വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. പിൻവിളക്കും ഭഗവാന് വേണ്ടി കൊളുത്തണം. ഇത് നിങ്ങളുടെ ദോഷങ്ങളെ ഇല്ലാതാക്കി വിഷുപ്പുലരിയിൽ ഐശ്വര്യം നിറയ്ക്കുന്നു. കാർത്തിക നക്ഷത്രക്കാർ വ്യാഴാഴ്ച ദിനങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാടായി സമർപ്പിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതിനും ശ്രദ്ധിക്കുക. ഇത് വിഷുവിന് മുൻപ് തന്നെ നിങ്ങളുടെ എല്ലാ ദോഷത്തെയും ഇല്ലാതെയാക്കുന്നു. അടുത്തത് രോഹിണി. ഇവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് കദളിപ്പഴം നേദിക്കുകയും ചെയ്യുന്നത് എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. അടുത്തത് തിരുവാതിര. ഇവർ ചൊവ്വാഴ്ച ദിനത്തിൽ ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്നത് ദോഷഫലങ്ങളെ ഇല്ലാതെയാക്കാൻ സഹായിക്കുന്നു. അടുത്തത് പുണർദം. പുണർദം നക്ഷത്രക്കാർ ജന്മനക്ഷത്ര ദിനത്തിൽ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യുക. അടുത്തത് ആയില്യം. ഇവർ ഗണപതി ഭഗവാനെ ആരാധിക്കുകയും ഗണപതി സ്തുതികൾ എല്ലാ ദിനത്തിലും ജപിക്കുകയും ചെയ്യുക. ഇത് ദോഷഫലങ്ങളെ ഇല്ലാതെയാക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.